മലബാർ അഗ്രോ നഴ്സറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് 2 വർഷം മുമ്പ് ഇവിടുന്ന് സ്വപ്ന വർഗീസ്, പുനലൂരുള്ള സ്വപ്ന വർഗീസ് എന്ന് പറഞ്ഞ ഒരു മാഡം ഇവിടെ വന്ന് 2 ഏക്കറിലേക്കുള്ള തൈകൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. പ്ലാൻ തൈ, മാവ്, ഇങ്ങനെയുള്ള ആ ഒരു ഫാം സന്ദർശിക്കാനായിട്ടാണ് അവരുടെ ക്ഷണപ്രകാരം ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഞാൻ പല പ്രാവശ്യം ആ ഫാം സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെന്തൊക്കെയോ ഡിഫക്റ്റുകളുണ്ട്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾ അതിനുവേണ്ടി ഉള്ള തയ്യാറെടുപ്പും അതിനുവേണ്ടി പുറപ്പെടുകയാണ്. ശേഷം ഫാമിലേക്ക് ഞങ്ങളുടെ പുനലൂര് കരവാളൂർ എന്ന സ്ഥലത്തുള്ള തോട്ടമാണ്. ആക്ച്വലി ഇവിടെ മുഴുവൻ റബ്ബറായിരുന്നു മൊത്തം. അപ്പൊ ഞങ്ങൾക്ക് റബ്ബർ മാറ്റി ഒരു ഭൂമിക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു നാച്ചുറൽ ഇതാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ വലിയ ആഗ്രഹമായിരുന്നു. റബ്ബർ എല്ലാം മുറിച്ചു മാറ്റി ഏകദേശം 1 വർഷത്തോളം മണ്ണിനെ വളമെല്ലാം ഇട്ട് ശരിയാക്കി. അങ്ങനെ യൂട്യൂബ് എന്ത് ചെയ്യണമെന്ന് കണ്ട് യൂട്യൂബുകൾ കണ്ടാണ് നമ്മുടെ മലബാർ അഗ്രോ വിജയൻ ചേട്ടന്റെ പ്ലാവ് കൃഷിയെ പറ്റിയുള്ള വീഡിയോ കാണാനിടയായത്. അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റി കുറച്ച് വീണ്ടും പല വീഡിയോകൾ ചേട്ടന്റെ കണ്ട് ഞങ്ങള് പാരിപ്പള്ളി പോയി ചേട്ടനുമായി സംസാരിച്ചു, ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഈ പ്ലാവ് കൃഷി ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ചേട്ടന്റെ കയ്യിൽ തൈകളെല്ലാം എടുത്തു. അതിന്റെ കൂട്ടത്തിൽ പ്ലാവ് തൈ, മാവ്, അങ്ങനെ പല തൈകൾ എടുത്തു. പക്ഷെ പ്ലാവായിരുന്നു മെയിനായിട്ട് എടുത്തത്. അങ്ങനെ ഒരു ഡിസംബർ 2 വർഷം മുമ്പ് ഡിസംബർ 13-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ എല്ലാം നട്ടിരിക്കുന്നത്. ഒരു 1.5 വർഷം ആയപ്പോഴത്തേക്ക് ചക്കകളെല്ലാം കായ്ച്ചു തുടങ്ങി. ഇതിന്റെ ഇടയിൽ ഒരു 2-3 പ്രാവശ്യം വിജയൻ ചേട്ടൻ വന്നു, ഇൻസ്പെക്ട് ചെയ്തു, എല്ലാം അഡ്വൈസുകളൊക്കെ തന്നു. അപ്പൊ ഇപ്പോഴും ഞങ്ങൾക്ക് ചില സംശയങ്ങൾ, കാരണം ഇപ്പൊ ഒരുപാട് ചക്കകൾ ഉണ്ടാവുന്നു, ആ സംശയങ്ങളെല്ലാം ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടി വിജയൻ ചേട്ടന്റെ ഞങ്ങള് റിക്വസ്റ്റ് ചെയ്ത് വിജയൻ ചേട്ടൻ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാനായിട്ട്. ബാക്കി ഇതിനെപ്പറ്റി, ചക്കകൃഷിയെ പറ്റി വിജയൻ ചേട്ടൻ സംസാരിക്കും. ഞാൻ മലബാർ അഗ്രോ നഴ്സറിയിലെ ഓണറാണ്. ഞങ്ങൾ ഒരു 1.5 വർഷം മുമ്പ് കൊടുത്ത പ്ലാവുകളാണ് ഇവിടെ കാച്ചു നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചക്ക നേരത്തെ വിരിയുന്നുണ്ട്, എന്ത് ചെയ്യണം, ആവശ്യം പോലെ ചക്ക വിരിയുന്നുണ്ട്, ഇതെല്ലാം വിളയുമോ, ഇത് എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള ഡൗട്ടുകൾ ഇങ്ങനെ പലരും ഫോണിലൂടെയും വാട്സപ്പിലൂടെയും കണ്ടമാനം പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇത്രയും ചക്ക. ഇതൊരു 1.5 വർഷം, ഇത് എത്ര മാസമായി നമ്മൾ നട്ടിട്ട്? 18 മാസം, 20 മാസത്തിനകത്തല്ലേ ആയുള്ളൂ, 20 മാസമേ ആയുള്ളൂ. അതിൽ ഇത്രയും ചക്ക, ഇപ്പം ഇതൊരു എണ്ണി നോക്കിയാൽ ഒരു 100 ചക്കയോളം വരും. പക്ഷേ ഈ ഇത്രയും ചെറിയ പ്ലാവ്, 18 മാസം, ഈ പ്ലാവ് ഇപ്പം ഇങ്ങനെ നിന്നാൽ ഇതിന് 18 മാസം പ്രായമേ ഉള്ളൂ. ആ പ്രായമുള്ളതിൽ ഇത്രയും ചക്ക ഒരു കാരണവശാലും ഇത്രയും ചക്ക നിർത്താൻ പറ്റില്ല. ഇതിൽ കൂടി വന്നാൽ 7 or 8 ചക്കയെ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു തുടുപ്പിൽ ഇപ്പം ഈ ഒരു തുടുപ്പെടുത്താൻ 6 ചക്കയോളം ഉണ്ട്. അതിൽ 1 or 2 ചക്ക നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം ആരംഭത്തിൽ തന്നെ കട്ട് ചെയ്ത് കളയുക. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ചക്കയും ഷേപ്പ് വ്യത്യാസം വരികയും നമുക്ക് വില കിട്ടാതെയും വരും. ചേട്ടാ, നമ്മളെ ഈ പ്ലാവ് നട്ടിട്ട് എത്ര കാലമായി? നമ്മൾ നട്ടിട്ട് ഇപ്പം 24 മാസം, 24 മാസവും 1 മാസം 18 ദിവസമായി. അപ്പൊ ഇതില് സാധാരണ നിങ്ങൾ ഇത് ആദ്യം ചക്ക കാച്ചു തുടങ്ങി എത്ര നാളോട്ടാ? 7 മാസം. 7 മാസം ആയപ്പം ചക്ക കാച്ചു തുടങ്ങി. പിന്നെ അത് എല്ലാം നിങ്ങൾ വളർത്തി കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇപ്പോഴേ ചക്ക തീർന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഒരു 30 ദിവസം. 30 ദിവസം ചക്ക, മെയിൻ ചക്കകളെല്ലാം തീർന്നിട്ട് 30 ദിവസം. ഇതിൽ നിൽക്കുന്ന പല പ്ലാവുകളിലും ചക്ക ചെറുത് 2 ആഴ്ചയായി. അത് 15-16 ദിവസം. പഴയതിലുള്ള കുറെ ചക്കകൾ തിരുവല്ലി ഇതിൽ നിൽക്കുന്നത്, അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയാം, അത് നിർത്താൻ പാടില്ല. പിന്നെ പുതിയ ചക്ക വീണത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ വന്നപ്പോഴേ ഒരു പ്ലാവിലങ്ങ് അമിതമായിട്ട് ചക്ക വിരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ചക്ക വിരിഞ്ഞ് നിർത്താൻ പാടില്ല. അപ്പൊ അതിന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്യുന്നത് നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇത് കുറെ കട്ട് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പ്ലാവിനെയും കൊണ്ട് തന്നെ ഇത് പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലത്തെ ഒരുപാട് ചക്ക ഞറക്കി കളയുക. ഇതിപ്പം ഞാൻ കട്ട് ചെയ്യാൻ മടിച്ചിട്ട് 4 ചക്ക ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ അത് തന്നെ കൂടുതലാണ്. എന്തായാലും ഒന്നുകൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ പ്ലാവിന് ഒരുപാട് കേടുവരാൻ, പ്ലാവ് സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ വരും. ഇങ്ങനെ അമിതമായിട്ടുള്ള ചക്കകളെല്ലാം കട്ട് ചെയ്ത് കളയുക.
ഇതിപ്പം എണ്ണി നോക്കിയാൽ തന്നെ 2, 4, 5, 5, 2, 7, 2, 9, 2, 11, 3, 14 ഇത്രയും ചക്ക പോലും ഇത് വളരത്തില്ല. പിന്നെ അവർ പറഞ്ഞത് കുറച്ച് വളരുമ്പോഴത്തേക്ക് അവർ കുറച്ച് ചക്ക ഇടിച്ചക്കയായിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുകയാണ്. ഫ്രൂട്ട്സിനാണെന്നുണ്ടെങ്കിൽ ഒരു 6 ചക്ക 7 ചക്ക മാത്രമേ ഇതിലിപ്പം നിർത്താൻ കഴിയത്തുള്ളൂ. ഈ തോട്ടത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഓണർ രാസവളം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് വളർത്തിയിരിക്കുന്ന ജൈവവളത്തിലാണ്. പിന്നെ ഇതിപ്പോൾ ഈ ചക്ക വീണ് ഈ ചക്ക ഇപ്പം വീണിട്ട് എത്ര നാളാവും? ഇതൊരു 8 ദിവസം 8 അല്ലെങ്കിൽ 10 ദിവസം ആയി കാണാം. ആയില്ല, 8 ദിവസം. അപ്പൊ ഈ സമയം കൊണ്ട് ഇതിൽ ഏകദേശം ഒരു 40 ചക്കയോളം, ഈ 1.5-2 വർഷം പ്രായമായ ഒരു പ്ലാവിൽ 40ഓളം ചക്കയുണ്ട്. ഇതിങ്ങനെ വളർത്തരുത്. ഇങ്ങനെയുള്ള ചക്കകളെല്ലാം കട്ട് ചെയ്തും കളയുക. ഇതിൽ കൂടി വന്നാൽ ഒരു 5 ചക്ക അല്ലെങ്കിൽ 6 ചക്കയെ നിർത്താവുള്ളൂ. കട്ട് ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെയുള്ള ചക്കകൾ കുറേ അധികം കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ള ചക്കകൾക്ക് നല്ല ഷേപ്പും വലിപ്പവും വയ്ക്കും. അല്ലെങ്കിൽ ചക്ക അവസാനം വരുമ്പോൾ 1 കിലോ 2 കിലോ ചക്ക ആയിട്ട് മാറും. അല്ലെങ്കിൽ ഒരു 5 കിലോ മുതൽ 10 കിലോ 12 കിലോ വരെ വരുന്ന ചക്കകൾ നമുക്ക് കിട്ടും. ഇതിപ്പം ചക്ക ഡാമേജ് വന്ന ചക്കയും പിന്നെ സെലക്ട് ചെയ്ത് ഡാമേജ് വന്ന ചക്ക നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. അതുപോലും നല്ല രീതിയിൽ വിളഞ്ഞ ചക്കയാണ്. ഞാൻ കൂടുതൽ ഇവിടെ അല്ല, ഞാൻ തിരുവനന്തപുരവും ചെന്നൈയുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എൻ്റെ കൂടെ എല്ലാ സഹായത്തിനും ഉണ്ടാകുന്നത് നമ്മുടെ രഞ്ജി സാറാണ്. രഞ്ജി സാറിനോടൊപ്പം ഈ തോട്ടം രായും പകലും ഇതിനകത്ത് താമസിച്ച് ഓരോ ചെടിയെയും ഓരോ ഇലയെയും മരങ്ങളെയും സംരക്ഷിക്കുന്നത് മോൻസി എന്ന് പറയുന്ന മോനി എന്ന് ഞങ്ങളെ വിളിക്കുന്ന ഞങ്ങളുടെ ഇദ്ദേഹമാണ്. മെയിൻ ഈ തോട്ടത്തിന്റെ സംരക്ഷകനും കാവൽക്കാരനും ഇദ്ദേഹമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാക്സിമം കർഷകരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ അറിവുകളും വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. എക്സ്പെൻസും കൂടാതെ തന്നെ തൈകളുടെ വില മാത്രം വാങ്ങി എല്ലാവർക്കും കേരളമൊട്ടാകെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഞങ്ങളുടെ നഴ്സറിയുമായിട്ട് ബന്ധപ്പെടുക, വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്.